വെള്ളറട കുടപ്പനമൂട്ടിൽ നിയന്ത്രണം വിട്ട താർ വാഹനം കുഴിയിലേക്ക് മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട താർ വാഹനം കുഴിയിലെ വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. വീട്ടുമുറ്റത്ത് നിന്ന മരത്തിൽ തട്ടി നിന്നത് കാരണം വലിയൊരു അപകടമാണ് ഒഴിവായത്. പരിക്കേറ്റവരെ കാരക്കോണം മെഡിക്കൽ കോളേജിലും വെള്ളറട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചു. കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ഈ അപകടം നടന്ന സ്ഥലത്ത് മുമ്പും 2 തവണ അപകടം നടന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അൻസജിത റസലിൻ്റെ വാഹനമായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. നെടുമങ്ങാട് കന്യാകുമാരി സംസ്ഥാന പാതയിലാണ് ഈ അപകടം. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ലോറി അൻസജിത റസലിൻ ജീപ്പ് മറിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ലോറി മറിഞ്ഞു. ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഈ വണ്ടി മറിയുന്നത്. കൊച്ചു കുട്ടികളുമായിട്ട് പെരുന്നാൾ ആഘോഷത്തിന് പോവുകയാണ്. നല്ല തിരക്കുള്ള റോഡാണ്. കളിക്കള കന്യാകുമാരി പോകുന്ന റോഡാണ് നെടുമങ്ങാട് കന്യാകുമാരി. ഇത് ഇപ്പോൾ ഹൈവേ പൂർത്തിയാക്കിയതേ പണി പൂർത്തി കഴിഞ്ഞതേ ഉള്ളൂ. സുരക്ഷാഭിത്തിയില്ല. സുരക്ഷാഭിത്തി വെച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാകും. കുരിശുമല റോഡിൻ്റെ ഒരു തിരക്കെന്ന് പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ തിരക്കും പിള്ളേരും വളരെ സന്തോഷത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ സുരക്ഷാഭിത്തിയുടെ ഒരു അവഗതയാണ് ഈ കുഴപ്പം സൃഷ്ടിച്ചത്. നമ്മുടെ നെടുമങ്ങാട് കളിവിക്കവിള റോഡാണ്. വർഷങ്ങളായി ഇതിനു മുമ്പും ഈ റോഡ് പണിക്ക് മുമ്പും ഇവിടെ ഇഷ്ടംപോലെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 5 പയ്യന്മാരാണ് ഈ വണ്ടിയിൽ വന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തോ അവന്മാരെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ചെറിയ പെരുന്നാളാണ്. അപ്പോൾ അവരെ കാത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കണ്ടില്ലേ, ആ മരമില്ലായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നു. മരം തടഞ്ഞ് അങ്ങനെ നിർത്തി. എന്നാലും ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും വലിയ കംപ്ലൈൻറ്റ് ഇല്ലാതെ ദൈവന്മാരെ കാത്തെന്ന് വേണമെങ്കിൽ പറയാം. ഇത് വർഷങ്ങളായി മലയോര ഹൈവേ യഥാർത്ഥത്തിൽ അമ്പൂരി വഴി വരേണ്ടതായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഈ അമ്പൂരി ജംഗ്ഷനിൽ കൂടെ സ്ഥലം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇതുവഴി മലയോര ഹൈവേ ഇതുവഴി നമ്മുടെ നെടുമങ്ങാട് കന്യാകുമാരി അതുവഴിയായത്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് ഇവിടെ സുരക്ഷ ഭിത്തി വന്നു കഴിഞ്ഞാൽ ഇത് അപകടം കുറയ്ക്കാൻ കഴിയും. അതുപോലെ ഈ നമ്മുടെ കൊച്ചു യുവ തലമുറയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ എല്ലാവരും ഓട്ടിക്കും. എത്രയും ശ്രദ്ധിച്ച് ഈ അപകടം പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം വീട്ടിൽ കിടക്കുമ്പോൾ ശരീരം ഭയങ്കര വേദനയായിരിക്കും. ഈ അപകടം നടക്കാതെ സുരക്ഷിതമായി വണ്ടി ഓട്ടിക്കാനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. അപകടം പറ്റിക്കഴിഞ്ഞതിന് ശേഷം അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സുരക്ഷിതമായി വണ്ടി ഓട്ടിച്ച് ഗതാഗത നിയമം പാലിച്ച് തന്നെ വണ്ടി ഓട്ടിക്കണം. നേരത്തെ കുറ്റി കൊടുത്തിരുന്നപ്പോഴത്തേക്ക് വണ്ടിക്ക് വരുന്നത് ഇപ്പോൾ റോഡ് പൊങ്ങിയപ്പോഴത്തേക്ക് ആ കുറ്റിന് താഴെയാണ് നിൽക്കുന്നത്, കെട്ടിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അവിടെ റിബേറ്റർ വെച്ച് കഴിഞ്ഞാലേ അത് ശരിയാവുള്ളൂ. നല്ല വളമാണ്. ടേണിങ് എപ്പോഴും അപകടമുള്ള സ്ഥലമാണിത്. ബൈക്ക് കാറുകളെല്ലാം വന്ന് അതിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് മറിയുന്നത്. റോഡിനരികിൽ സുരക്ഷാഭിത്തി ഇല്ലാത്തതാണ് അപകടത്തിൻ്റെ പ്രധാന കാരണമെന്നും നാട്ടുകാർ പറയുന്നു.